ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 പുതുവർഷഫലം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ വിടുന്നവർക്ക് 2025 എങ്ങനെയാകും. അപ്പം ആദ്യം നമുക്ക് ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും 2025 ഗ്രഹസ്ഥിതി എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഗ്രഹങ്ങളെ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുമുണ്ട്, വേഗത്തിൽ രാശികൾ മാറുന്ന ഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ ഈ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശനി, രാഹു, കേതു, ഗുരു. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെ നോക്കാം. മാർച്ച് വരെ ശനി 5ാം ഭാവാധിപനായിട്ട് 5ാം രാശിയിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. മാർച്ച് അവസാനം ആ ശനി 6ലേക്ക് രാശി മാറുന്നു. രാഹു മെയ് പകുതി വരെ 6ാം ഭാവരാശിയിലാണ്. അതിനുശേഷം അത് 5ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ഇതേ സമയം മെയ് പകുതി വരെ കേതു 12ലാണ് സ്ഥിതി ചെയ്യുന്നത്. മെയ് പകുതി കഴിയുമ്പോൾ ഈ കേതു 11ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ മെയ് പകുതി വരെ അഷ്ടമത്തിലായിരിക്കും. അതിനുശേഷം ഒക്ടോബർ പകുതി വരെ ആ ഗുരു 9ലേക്ക് രാശി മാറുന്നു. അതിനുശേഷം ഡിസംബർ ആദ്യവാരം വരെ ആ ഗുരു കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ശേഷം നേരെ 9ലേക്ക് വക്രത്തിൽ രാശി മാറുന്നു. ഇപ്പോൾ വർഷ ആരംഭത്തിൽ ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് 10ലായിരിക്കും. ക്രമേണ ജൂൺ ആദ്യവാരം വരെ 9, 10 രാശികളിലായിട്ട് വക്രത്തിലും നേർസഞ്ചാരത്തിലും ആയിരിക്കും ചൊവ്വാഗ്രഹം. അതിനുശേഷം ആ ചൊവ്വാഗ്രഹം 11 മുതൽ മുന്നോട്ടുള്ള രാശികളിലോട്ട് രാശി മാറുന്നു. ഇനി സൂര്യൻ്റെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ സൂര്യൻ വർഷ ആരംഭത്തിൽ 3ാം ഭാവരാശിയിലാണ്. അതിനുശേഷം ക്രമേണ പ്രതിമാസം 4 മുതൽ മുന്നോട്ടുള്ള രാശികളിലോട്ട് ആ സൂര്യൻ രാശികൾ മാറുന്നു. ബുധനും ശുക്രനും ഒക്കെ ആണെങ്കിൽ വർഷ ആരംഭത്തിൽ 3, 5 രാശികളിലായിരിക്കും. ക്രമേണ മുന്നോട്ടുള്ള രാശികളിലേക്ക് ആ ബുധനും ശുക്രനും രാശി മാറുന്നു. ഇതാണ് 2025 ഈ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു വർഷഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് ഒരു പൊതുഫലമായിട്ട് കാണുക. അപ്പോൾ ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും 2025 നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ഇവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ച് ഈ പൊതുഫലത്തിൽ ഗുണാനുഭവം കൂടുകയോ ഗുണാനുഭവം കുറയുകയോ ഒക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ഈ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി പൊതുവെ എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ 2025 ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു മെയ് പകുതി വരെ. അതൊരു വിപരീത രാജയോഗമാണ്. 6ാം ഭാവാധിപൻ അഷ്ടമത്തിൽ. അതുപോലെ 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജനുവരി അവസാനം മുതൽ മെയ് ആദ്യം വരെ 6ൽ ഉച്ചരാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ 8ാം ഭാവാധിപൻ 6ൽ നിൽക്കുന്നതും വിപരീത രാജയോഗമാണ്. അപ്പോൾ ശുക്രനും ഗുരുവും പൊതുവെ പരിവർത്തന യോഗത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 6ൽ മെയ് പകുതി വരെ രാഹുവുണ്ട്, 12ൽ കേതുവുണ്ട്. അപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അതേസമയം
അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതിന് ഈ വിപരീത രാജയോഗം വഴിതെളിക്കും. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, കോൺസ്റ്റിപ്പേഷണലായിട്ടുള്ള ഇഷ്യൂസ്, ചിലർക്ക് നാഭിക്ക് താഴെ എന്തെങ്കിലും ക്ലേശങ്ങൾ, ഇപ്പോൾ പൈൽസ്, ഫിസ്റ്റുല, അതുപോലെ ചെറിയ തോതിലുള്ള യൂറിനറി പ്രോബ്ലം തുടങ്ങിയ പ്രശ്നങ്ങൾ ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ കൊണ്ട് ഇവയൊക്കെ നമുക്ക് മാറ്റാനാകും. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം നയനരോഗം, അതുപോലെ ദന്തരോഗം, അതുപോലെ പാദങ്ങളിൽ എന്തെങ്കിലും ചെറിയ ക്ലേശങ്ങൾ, മസിൽ പെയിൻ, ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. മെയ് പകുതി കഴിയുമ്പോൾ ഈ ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ജന്മരാശാധിപൻ ശുക്രനും അനുകൂല സ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ 5ലേക്കൊക്കെ മെയ് പകുതി കഴിയുമ്പോൾ രാഹുവിന് മാറ്റം വരുന്നു. കേതുവാണെങ്കിൽ 12 നിന്ന് 11ലേക്ക് രാശി മാറുന്നു. അതൊക്കെ ആരോഗ്യസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് വളരെ സഹായകമായിരിക്കും എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഈ ഗുരു ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. എങ്കിലും 6 നിൽക്കുന്ന ശനി അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 12ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്രീത്തിങ് ട്രബിൾ ഉള്ളവർക്ക്, അതുപോലെ ഈ സ്റ്റൊമക്ക് പെയിൻ, അതുപോലെ ചിലർക്ക് ജനറേറ്റീവ് ഓർഗൻസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളവർ, അവർക്ക് ഒരു ശ്രദ്ധ ആ സമയത്ത് വേണം. പ്രത്യേകിച്ച് മാർച്ചൊക്കെ കഴിയുമ്പോൾ ശനി അഷ്ടമത്തിലേക്ക് ഒരു ദൃഷ്ടി വരുന്നുണ്ട്. പക്ഷേ അഷ്ടമത്തിൽ ഗുരുവിൻ്റെ സ്ഥിതി മെയ് പകുതി വരെ ഉണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ അവിടെ ഗ്രഹങ്ങളുടെ സ്ഥിതി വരുന്നില്ല. അപ്പോൾ ആ ശനിയുടെ ദൃഷ്ടി മാത്രം അഷ്ടമത്തിൽ വരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വരാം, അവിടെയൊക്കെ ഒന്ന് കയറും. പക്ഷേ മൈനറായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഗുരു ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പൊതുവെ ആരോഗ്യ ക്ലേശങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഹരിച്ച് പോകുന്ന വർഷമായിരിക്കും 2025. ഇനി 2025 ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും അവരുടെ തൊഴിൽ സാഹചര്യം, തൊഴിൽ സ്ഥിതി ഇങ്ങനെ നോക്കാം. ഇപ്പോൾ വർഷാരംഭത്തിൽ തൊഴിലിടത്ത് അല്പം ആലസ്യം, അല്ലെങ്കിൽ തൊഴിലിടത്ത് ചെറിയ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകാം. എങ്കിലും കുജൻ 10ൽ നീതസ്ഥിതനാണ്. 10ലാണ് ആ കുജൻ നിൽക്കുന്നത്. ഇപ്പോൾ 10ാം ഭാവത്തിലൊക്കെ കുജൻ നിൽക്കുന്നത് ദിഗ്ബലമുണ്ട്, എങ്കിലും കുജന് നീചസ്ഥാനമാണ്. അപ്പോൾ ജനുവരി 3ാം വാരത്തോടെ അവയിൽ മാറ്റം ഉണ്ടാകും. ആ കുജന് രാശിമാറ്റം വരുന്നുണ്ട് 9ലോട്ട്. അപ്പോൾ നമ്മൾ പൊതുവെ നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഒരു ചലഞ്ച് അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ. അപ്പോൾ അവയിൽ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോകണം. അതേസമയം ഈ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ഉച്ചസ്ഥനായിട്ട് 6ൽ. അതുപോലെ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ ശുക്രൻ്റെ രാശിയിൽ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മെയ് പകുതി വരെ ആ ഗുരു പരിവർത്തന യോഗത്തിൽ ആണ്. അപ്പോൾ അത് നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിന് അത് സഹായകമാകും. മാത്രമല്ല തൊഴിലിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അതുപോലെ തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനൊക്കെ കഴിയുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 6ാം ഭാവരാശിയിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമൊക്കെയാണ്. പിന്നെ എങ്കിൽ തന്നെ നമ്മൾ ഈ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെയൊക്കെ നോക്കണം. പിന്നെ നമ്മൾ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഈ തൊഴിലിൽ പൊതുവെ ഒരു ഭാഗ്യാനുഭവത്തിന് സാധ്യതയുള്ള സമയമാണ്. തൊഴിലിൽ ഉയർച്ച, അതുപോലെ സ്ഥാനക്കയറ്റം, അതുപോലെ തൊഴിൽ മാറ്റം, നിരവധി തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ഈ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയേക്കാൾ വർഷത്തിൻ്റെ അവസാന പകുതി എന്ന് പറയുന്നത് തൊഴിൽ സാഹചര്യം വളരെ അനുകൂലമാകുന്ന സമയമായിരിക്കും.
തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ വിദേശത്ത് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മെയ് പകുതി കഴിയുമ്പോൾ വലിയ സാധ്യതകൾ പ്രതീക്ഷിക്കാം. ഗുരുവിൻ്റെ 9ലേക്കുള്ള രാശിമാറ്റവും ആ ഗുരു ജന്മരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നതൊക്കെ പൊതുവെ വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി 2025 ഈ തുലാക്കൂറുകാരായ ബിസിനസ്സുകാരുടെ അവസ്ഥ എങ്ങനെയാവും നോക്കാം. ഇപ്പോൾ വർഷാരംഭത്തിൽ ബിസിനസ്സിൽ ചെറിയ മാന്ദ്യമൊക്കെ ഉണ്ടാകാം. എങ്കിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആ 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 9ലേക്ക് വക്രത്തിൽ 9ലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ഈ ബിസിനസ്സിലൊക്കെ ആ മാന്ദ്യം മാറുന്നതിനും ഒരു നേട്ടത്തിനുമൊക്കെ ബിസിനസ്സിലൊരു ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും. അതുപോലെ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിലൊക്കെ ഉച്ചരാശിയിൽ വരുന്നുണ്ട് 7. അപ്പോൾ അതൊക്കെ ബിസിനസ്സിൽ ചെറിയ ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടാക്കാം. എങ്കിലും ക്രമേണ ഈ മെയ് പകുതിക്ക് ശേഷമായിരിക്കും ഈ ഗുരുവിൻ്റെ ആ ഭാഗ്യസ്ഥാനത്തേക്കുള്ള രാശിമാറ്റമൊക്കെ വരുന്നത്. അത് രാശിമാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് വളരെ 10ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ രാശിമാറ്റമൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒക്ടോബർ 20 കഴിഞ്ഞ് ഡിസംബർ ആദ്യ വാരം വരെ ആ ഗുരുവിന് ഉച്ചസ്ഥിതി വരുന്നുണ്ട് 10ാം ഭാവരാശിയിലൊക്കെ. അപ്പോൾ അതൊക്കെ ബിസിനസ്സിൽ വളരെ മുന്നേറ്റത്തിന് സഹായകമാകും. പ്രത്യേകിച്ച് നമ്മൾ ഈ വിദേശ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ അവസാന പകുതിയിലായിരിക്കും കൂടുതൽ ഗുണാനുഭവത്തിന് സാധ്യത കാണുന്നത്. പ്രത്യേകിച്ച് ഈ ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ പൊതുവെ ബിസിനസ്സിന് വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ 2025 തുലാക്കൂറുകാരും തുലാലഗ്നക്കാരുമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, യോഗകാരകനായിട്ടുള്ള ശനി, അതായത് 4ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ശനി മാർച്ച് വരെ ആ 5ൽ തന്നെ മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതൊക്കെ പഠനത്തിലൊക്കെ ഹാർഡ് വർക്കിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും ആ ശനിയുടെ സ്ഥിതി. അതുപോലെ 6ലെ രാഹുവിൻ്റെ സ്ഥിതി. അപ്പോൾ അതൊക്കെ തന്നെ ഈ പരീക്ഷകളിലൊക്കെ പൊതുവെ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സര വീര്യം, ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് പ്രത്യേകിച്ച് 6ലെ ആ രാഹു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശുക്രനും ഗുരുവും ഒക്കെ പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയം കൂടെയാണ്. 6ഉം 8ഉം ഭാവാധിപന്മാർ പരസ്പരം രാശി മാറി നിൽക്കുന്ന സമയമാണ്. അതും പൊതുവെ ഗുണം ചെയ്യും. എങ്കിലും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ ഈ ബുധൻ അല്പം നീചസ്ഥിതനാണ്. അതുപോലെ തന്നെ ആ സമയത്ത് അല്പം ഡിസ്ട്രാക്ഷൻ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ വേണം. അതുപോലെ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും. ജൂലൈ മാസം വലിയ നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മെയ് പകുതി മുതൽ രാഹു 5ലേക്ക് മാറുന്നു, കേതു 11ലേക്ക് മാറുന്നു, ഗുരു ആണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു. അപ്പോൾ അതൊക്കെ ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംഭവം 9ലൊക്കെ ആ ഗുരു നിൽക്കുക എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പരീക്ഷകളിലൊക്കെ വളരെ നല്ല മികവ് പുലർത്താൻ കഴിയും. കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആകും. ഇഷ്ടവിഷയങ്ങളിലൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും. അതേസമയം 5ലെ രാഹു പഠനത്തിൽ ചിലപ്പോൾ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ തന്നെ പഠന സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് മുതിർന്നവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ച് അതിനനുസൃതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം. കഴിവതും തിടുക്കത്തിൽ പഠന സംബന്ധമായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 5ലെ രാഹു അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ പ്രേരിപ്പിക്കും. കഴിവതും സീനിയർ അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് 2025 ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അവരുടെ ധനസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ധനകാരകനായിട്ടുള്ള ഗുരു, പ്രത്യേകിച്ച് 6ാം ഭാവാധിപനും കൂടിയാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അതേസമയം 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 6ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഗുരുവും ശുക്രവും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഗുരുവിനാണെങ്കിൽ 2ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനനേട്ടത്തിന്
ആദ്യത്തെ പകുതി വഴിതെളിക്കും എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ട് തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങൾ വന്നാലും ഗ്രാജ്വലി അത് തരണം ചെയ്യാനൊക്കെ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. കടബാധ്യതയൊക്കെ കുറയും. അതുപോലെ ദീർഘകാല ധനനേട്ടത്തിന് ഉള്ള പ്രോജക്റ്റുകളിൽ, അത്തരം പദ്ധതികളിലൊക്കെ പങ്കാളിയാകുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവിനും ഈ പ്രത്യേകിച്ച് 8-ലൊക്കെ ഗുരു നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഈ 2-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 9, 10, 11 ഭാവരാശികളിൽ പ്രത്യേകിച്ച് ജൂലൈ വരെ സഞ്ചരിക്കുന്ന സമയമാണ്. അത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് സഹായകമാകും. അതുപോലെ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെ ധനാഗമത്തിൽ വൻ വർധനവിന് സാധ്യത കാണുന്നുണ്ട്. മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. കേതു 11-ലേക്ക് രാശി മാറുന്നുണ്ട്. അതുപോലെ ഗുരുവിൻ്റെ 5-ലെ ദൃഷ്ടി, അതുപോലെ അതൊക്കെ തന്നെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്, പ്രത്യേകിച്ച് ഈ ഓഹരി വിപണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും മെയ് പകുതിയൊക്കെ. ഈ മെയ് പകുതിക്കും അതിനു മുമ്പും അതിനൊരു സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം 5-ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് 2021 എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 മാസങ്ങൾക്ക് ശേഷം സാമ്പത്തിക സ്ഥിരതയൊക്കെ കൈവരിക്കുന്നതിനും വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അതേസമയം അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് കുറയ്ക്കുന്നതിന് നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം, തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്ക് 2025 എങ്ങനെയായിരിക്കും നോക്കാം. വർഷാരംഭത്തിൽ വിവാഹ ആലോചനകൾക്ക് അല്പം വേഗതയൊക്കെ കുറയും. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം ആലോചനകൾക്ക് മെല്ലെപ്പോക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മുതൽ ആലോചനകൾക്ക് വേഗത കൂടും. കമിതാക്കൾക്ക് അതായത് വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനുമൊക്കെ ഏപ്രിൽ മുതൽ സാധ്യത കാണുന്നുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനിഷ്യലി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. 5-ൽ നിൽക്കുന്ന ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 5-ൽ നിൽക്കുന്ന ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു 5-ാം ഭാവാധിപനാണ് 5-ൽ നിൽക്കുന്നത്. അവിടെ കുജൻ്റെ ദൃഷ്ടിയും കൂടെ ഒക്കെ വരുമ്പോൾ കുജനും ശനിയൊക്കെ പൊതുവേ ശത്രുഗ്രഹങ്ങളും കൂടെ ആയതുകൊണ്ട് അത്തരത്തിൽ ഈ കമിതാക്കൾക്കിടയിൽ ചെറിയ ഭിന്നതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരി മാർച്ചിലൊക്കെ അതൊക്കെ ഫെബ്രുവരി മാർച്ചൊക്കെ ആവുമ്പോൾ പ്രണയബന്ധത്തിൽ ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് സാധ്യതയുണ്ട്. ചിലർക്ക് പ്രണയ വിവാഹത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മെയ് പകുതി ആവുമ്പോൾ ഗുരു, അതുപോലെ രാഹു, അതുപോലെ കേതു, ഇതൊക്കെ രാശികൾ മാറുന്നുണ്ട്. ഇപ്പം ഗുരുവൊക്കെ ആണെങ്കിൽ ഗുരുവിൻ്റെ 9-ലേക്ക് രാശി മാറി 5-ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അവയൊക്കെ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ടെൻഷൻസൊക്കെ കുറയ്ക്കാൻ സഹായകമാകും. ദാമ്പത്യ ബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവേ വർഷാരംഭത്തിൽ അല്പം ടെൻഷനൊക്കെ ഉള്ള സമയമാണ്. 7-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ നീചസ്ഥിതിയിലാണ്. 7-ലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ഈ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതൊക്കെ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷക്കുറവുണ്ടാക്കാൻ ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. ഫെബ്രുവരി മുതൽ മെയ് വരെ ശുക്രനൊക്കെ ഉച്ചനാണെങ്കിലും ആ 6-ൽ ആണ് ആ ശുക്രൻ ഉച്ചസ്ഥിതി വരുന്നത്. ആ ശുക്രന് രാഹുവുമായിട്ടൊക്കെ ഒരു യോഗം മെയ് പകുതി വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം മാത്രവുമല്ല, ഈ ശുക്രനൊക്കെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ആ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം. അവരുടെ ട്രാപ്പിലൊക്കെ പെടാതെ നോക്കണം. വർഷത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ പൊതുവെ റിലേഷൻഷിപ്പിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. സംതൃപ്തി, സന്തോഷം, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും. യോഗകാരകനായിട്ടുള്ള ശനി 5-ൽ മാർച്ച് വരെ ബലവാനാണ്. 2-ലൊക്കെ ഈ 2-ൽ പ്രത്യേകിച്ച് നമുക്ക് ആ ശനിയുടെ ദൃഷ്ടിയൊക്കെ 2-ൽ വരുന്നുണ്ട് അതുപോലെ 4-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ എങ്കിലും കുടുംബത്തിൽ പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം, ഇപ്പോൾ ചിലർക്കൊക്കെ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് നവീകരിക്കുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ഒരു താല്പര്യം ഈ സമയത്തൊക്കെ ഉണ്ടായെന്ന് വരാം. അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നു.
കുടുംബത്തിൽ ചിലപ്പോൾ ചിലർക്ക് മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതേസമയം കുജൻ്റെയൊക്കെ ദൃഷ്ടി നാലിലുള്ള സമയമാണ്. അപ്പോൾ അത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ അത് കുടുംബ അംഗങ്ങൾക്കിടയിൽ ബന്ധുക്കൾക്കിടയിലൊക്കെ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. ഇപ്പം 4-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ആദ്യത്തെ ആ മെയ് പകുതി വരെയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ കുടുംബ സംബന്ധമായിട്ട് വരികയാണെങ്കിലും അവയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിന് ആ ഗുരുവിൻ്റെ ആ ദൃഷ്ടി സഹായകമാകും. അതിനുശേഷം ഗുരുവിൻ്റെ 9-ലെ സ്ഥിതി, അതുപോലെ 1, 3, 5 ഭാവരാശികളിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ഇവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകും. നമ്മളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകുന്നതിനൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അവസാനത്തെ പകുതിയിൽ കാണുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ ഈ തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ളൊരു ഫലമാണ്. ഇവിടെ ഒരു സംശയം വരാം, തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തുലാലഗ്നമാകുമോ എന്നുള്ളത്. അങ്ങനെ ആകണമെന്നില്ല. ചിലർക്ക് തുലാലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരികയാണെങ്കിൽ അത് ഏതെല്ലാം ലഗ്നരാശികൾക്ക്, അതായത് തുലാക്കൂറിൽ പെടുന്ന മറ്റ് ഏതെല്ലാം ലഗ്നരാശികൾക്കായിരിക്കും 2025 കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇടവ ലഗ്നം, മിഥുന ലഗ്നം, അതുപോലെ കന്നി, തുലാം, വൃശ്ചിക ലഗ്നം, മകരലഗ്നം, കർക്കിടക ലഗ്നക്കാർക്കും പൊതുവെ 2025 നടക്കുന്ന ദശയും അപകാരവും ഒക്കെ അവരുടെ ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലഗ്നക്കാർക്കല്ല, അതായത് ഇടവം, മിഥുനം, കന്നി, തുലാം, വൃശ്ചികം, അതുപോലെ മകരം, അതുപോലെ കർക്കിടക ലഗ്നം, ഇവർക്കെല്ലാം പൊതുവെ ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട്. മറിച്ച് ചില ലഗ്നക്കാർക്ക്, അതായത് ഈ തുലാക്കൂറിൽ പെടുന്ന മേടലഗ്നക്കാർ, ചിങ്ങലഗ്നക്കാർ, ധനു ലഗ്നക്കാർ, കുംഭലഗ്നക്കാർ, മീനലഗ്നക്കാർ, ഇവർക്കൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഗുണാനുഭവം 2025 ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് മറ്റ് ലഗ്നക്കാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവർക്ക് ഗുണാനുഭവം കുറയാനാണ് സാധ്യത. ഇതാണ് പൊതുവായിട്ട് നമ്മൾ 2025 ഫലത്തെപ്പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.